2025 കീം എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ഒരു ബിടെക് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള 2-3 കാര്യങ്ങളാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നാം അടുത്തൊരു അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ബിടെക് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു വെക്കേഷൻ സമയം നമുക്കറിയാം. കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് എടുത്ത് +1 +2 പഠിച്ച വിദ്യാർത്ഥികൾ ഒരു ബിടെക് കോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇനി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഒരു ബയോളജി സയൻസ് സ്ട്രീമൊക്കെ എടുത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പഠിച്ച വിദ്യാർത്ഥികളും +2 ശേഷം ബിടെക് കോഴ്സുകൾ ചൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ആദ്യമായി പറയാനുള്ളത്, നിങ്ങളൊരു ബിടെക് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഈ വെക്കേഷൻ സമയത്ത് ഒരു പൈത്തൺ സോഫ്റ്റ്വെയറും അതിനോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന സെക്ടറും ഒക്കെ വളരെ നന്നായിട്ടൊന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ +2 ശേഷം ബിടെക്കിലേക്കുള്ള ബ്രിഡ്ജ് കോഴ്സ് ഒന്ന് പഠിക്കാൻ ഈ വെക്കേഷൻ സമയം യൂസ് ചെയ്യുന്നത് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ബിടെക് പഠനം ഈസിയാക്കാൻ സാധിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു പഠനം കോർ കോഴ്സുകൾ ഏതുമാവട്ടെ, അത് മെക്കാനിക്കലോ സിവിലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ, ഇനി അതിനോടൊപ്പം ബാക്കി വരുന്ന ഇപ്പോഴത്തെ പുതിയ കോഴ്സുകളായ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി IT സെക്ടറിലെ കോഴ്സുകൾ, ബാക്കി വരുന്ന ഏത് കോഴ്സും ആവട്ടെ, ഇതിനെല്ലാം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ നമുക്ക് ബിടെക്കിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രീമിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ വെക്കേഷൻ സമയം കമ്പ്യൂട്ടർ അധികം പഠിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ബ്രിഡ്ജ് കോഴ്സ് പഠിച്ചിട്ട് ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജും അതുപോലെ സി പ്രോഗ്രാമിങ്ങും പൈത്തനും ഒക്കെ ഒരു നോളജ് നേടിയെടുക്കുന്നത് തീർച്ചയായും നിങ്ങളെ മുന്നോട്ടുള്ള ബിടെക് പഠനം ഈസിയാക്കാൻ സഹായിക്കും. ഇതിനോടൊപ്പം ഒരു ബിടെക് പഠിക്കുമ്പോൾ നാം ക്യാമ്പസുകൾ എങ്ങനെ സെലക്ട് ചെയ്യണം, നമുക്ക് ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കുക. എൻട്രൻസിന്റെ പുതിയ അപ്ഡേറ്റ്സുകൾ കൃത്യമായി നിങ്ങളിലേക്ക് ലഭിക്കാൻ ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ബിടെക് പഠിക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റ് സെക്ടറിലെ ക്യാമ്പസ് ഉണ്ട്, ഗവൺമെന്റ് കൺട്രോൾഡ് ക്യാമ്പസുകളുണ്ട്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസ് ഉണ്ട്. കഴിഞ്ഞൊരു ദിവസം ഗവൺമെന്റ് സെക്ടറിലെയും ഗവൺമെന്റ് കൺട്രോൾഡ് ക്യാമ്പസുകളുടെയും ക്യാമ്പസുകൾ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസുകളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ എറൗണ്ട് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ 90ഓളം ക്യാമ്പസുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ ക്യാമ്പസുകളിൽ ഒരു മികച്ച കുറച്ച് ക്യാമ്പസുകൾ നാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ട് വേണം കീമിന്റെ ചോയ്സ് ഫില്ലിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മുഴുവൻ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ വരുന്ന കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന കോളേജുകളുടെ ഒരു ലിസ്റ്റാണ്. അതുകൊണ്ട് ഇതിൽ ഏത് നമ്പർ 1, സെക്കൻഡ്, തേർഡ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ പേരുകൾ കേട്ടതിന് ശേഷം ആ ക്യാമ്പസിൽ പോയി അവിടുത്തെ പ്രാക്ടിക്കൽ ഫെസിലിറ്റിയും ഡിസിപ്ലിനും റിസൾട്ടും ഇതിലൊക്കെ ഉപരി പ്ലേസ്മെന്റും എങ്ങനെയുണ്ടെന്ന് എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൃത്യമായി ചെക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ പറയുന്ന ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ആൽഫ അക്കാഡമിയിലൂടെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവര് ടോപ്പ് റാങ്കുകൾ വന്നപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ സെലക്ട് ചെയ്ത ക്യാമ്പസുകൾ ഏതൊക്കെ, പ്രൈവറ്റ് സെക്ടറിൽ സെലക്ട് ചെയ്ത ക്യാമ്പസുകൾ ഏതൊക്കെ, ആ റാങ്ക് വെച്ച് അതിനോടൊപ്പം കെയിമിന്റെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഉയർന്ന റാങ്കുകൾ വന്ന വിദ്യാർത്ഥികൾ അവർ സെലക്ട് ചെയ്ത കോളേജുകളുടെ ലിസ്റ്റ് അനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ 1 എന്ന് പറയുന്നത് ഒരിക്കലും 1 തന്നെ ആകണം എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ പറയുന്ന ഓർഡർ ഏകദേശം ബെസ്റ്റ് തന്നെ ആയിരിക്കും. എങ്കിൽ പോലും അതിന് 1ഉം 2ഉം ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതൊക്കെ നമ്മൾ അവിടെ പോയി ക്യാമ്പസിൽ പോയി ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായി നാം പരിചയപ്പെടാൻ പോകുന്ന ഒരു ക്യാമ്പസ് ആണ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കൊച്ചി. ഇങ്ങനൊരു ക്യാമ്പസിനെ കുറിച്ച് പറയുന്നത് അവിടുത്തെ പ്ലേസ്മെന്റും റിസൾട്ടും ഡിസിപ്ലിനും ഇൻഫ്രാസ്ട്രക്ചറും പ്രാക്ടിക്കൽ ഫെസിലിറ്റിയും ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ എന്നുള്ളത് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളെ വെച്ചിട്ടും അതിനോടൊപ്പം മുൻ വർഷങ്ങളിലെ വിദ്യാർത്ഥികളുടെ ടോപ്പ് റാങ്ക് വന്ന വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്ത ക്യാമ്പസിനെ വെച്ചിട്ടുമൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20 ക്യാമ്പസുകളാണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 20 ക്യാമ്പസുകളെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുക. ഇതിൽ അവസാനം പറയുന്ന 20th 1 മോശം എന്നുള്ളതല്ല, ഈ 1 to 20 എന്നൊരു ഓർഡറിൽ നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് 20th കിടക്കുന്ന ക്യാമ്പസ് ആണോ, 10th പറയുന്ന ക്യാമ്പസ് ആണോ, നമ്പർ 1 പറയുന്ന ക്യാമ്പസ് ആണോ ഇതിൽ ബെസ്റ്റ് എന്ന് ഓരോരുത്തരും ക്യാമ്പസുകളിൽ പോയി ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക.
ഇനി ഇതിനോടൊപ്പം രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസാണ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലി, ഫിസാറ്റിന്റെ ക്യാമ്പസ്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസാണ് സെന്റ് ഗിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കോട്ടയത്ത് പാത്താമുട്ടത്തുള്ള ക്യാമ്പസ്. ദെൻ ഫോർത്ത് വൺ നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസാണ് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, കൊച്ചി. ദെൻ ഫിഫ്ത്ത് നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസാണ് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇരിഞ്ഞാലക്കുട. ദെൻ സിക്സ്ത് വൺ നമ്മൾ പരിചയപ്പെടുന്നു SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, എറണാകുളം. സെവൻത്ത് നമ്മൾ പരിചയപ്പെടുന്നു അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കാഞ്ഞിരപ്പള്ളി. ദെൻ എയ്ത്ത് വൺ നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസാണ് വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മൂവാറ്റുപുഴ. ദെൻ നയൻത്ത് നമ്മൾ പരിചയപ്പെടുന്നു ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കാലടി. ദെൻ 10th നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസാണ് സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പാല. ദെൻ 11th നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസാണ് ടോക്കച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, എറണാകുളം. ദെൻ 12th നമ്മൾ പരിചയപ്പെടുന്നു വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, തൃശൂർ. 13th നമ്മൾ പരിചയപ്പെടുന്നു മാർ ബെസലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം. 4th വൺ വിസ്മയ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കണ്ണൂർ. ദെൻ 5th വൺ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, തൃശൂർ. ദെൻ 16th വൺ MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കൊട്ടിപ്പുറം. ദെൻ 17th വൺ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തൃശൂർ. 18th വൺ MEA എഞ്ചിനീയറിംഗ് കോളേജ്, വെങ്ങൂർ. ദെൻ 19th വൺ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ആലപ്പുഴ. 20th വൺ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം. ഇനി ഈ ക്യാമ്പസിന്റെ ഓർഡർ 1 to 20 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ റാങ്കിംഗ് ആണ് എന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇനി 20th കിടക്കുന്ന കോളേജുകൾ മുതൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം പറഞ്ഞ രാജഗിരി 20th പറയേണ്ട സാഹചര്യം ഉണ്ടായേനെ. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല കോളേജുകളാണെന്നും എന്നാൽ ഇതിൽ ടോപ്പ് റാങ്ക് വന്ന കുട്ടികൾ ഈ ക്യാമ്പസുകളൊക്കെ ഓർഡറിൽ സെലക്ട് ചെയ്തിരിക്കുന്നതുമായിട്ടും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇനി ഇതിൽ തന്നെ സെന്റ് ഗിറ്റ്സ് ഇതിലൊക്കെ മികച്ചതാണോ എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് എന്ന് നമുക്ക് വേണേൽ പറയാം. ഇനി ഇതിൽ തന്നെ നമ്മൾ കണ്ട ടോക്കച്ച് ക്യാമ്പസ് ഏറ്റവും മികച്ചതാണെന്ന് ചോദിച്ചാൽ ആ ക്യാമ്പസും മികച്ചതാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ കണ്ട ഫിസാറ്റിന്റെ ക്യാമ്പസ് ആണോ ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ അതും നമുക്ക് മികച്ചതാണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഓർഡർ അല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതൊക്കെ ബെസ്റ്റ് ക്യാമ്പസ് ആയി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഓർഡർ പ്രിപ്പയർ ചെയ്യുക. ആ ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ട് പ്ലേസ്മെന്റ് നോക്കിയിട്ട് റാങ്ക് നോക്കിയിട്ട് അപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഒരു പ്ലേസ്മെന്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ച് വേണം, ഒരു ചോയ്സ് ഫില്ലിംഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ച് വേണം നാം കീമിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് പങ്കെടുക്കാൻ. ഇനി ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ല നമ്മൾ ആദ്യം ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇനി അത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അതിലുപരി ഗവൺമെന്റ് സെക്ടറിലെ ക്യാമ്പസുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, ഗവൺമെന്റ് എയ്ഡഡ് ക്യാമ്പസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ദെൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗും ഉണ്ട്. ഇതിൽ മൂന്നിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഗവൺമെന്റും പ്രൈവറ്റും എയ്ഡഡും എനിക്ക് ഏതാണോ പ്രിഫറൻസ്, എനിക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പം ഏതാണ്, ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കോളേജുകൾ കൊടുക്കാം. ഇങ്ങനെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിലും ഏറ്റവും നല്ല കോഴ്സുകളും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ ലൈഫിന്റെ പ്രൊഫഷൻ ബെസ്റ്റ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി ഈ ക്യാമ്പസിലൊന്നും അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ എന്നെ കൊള്ളില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. 2026 നിങ്ങളുടേതാക്കി മാറ്റാനുള്ള റിപ്പീറ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നന്നായി പഠിച്ചുകൊണ്ട് 11th ഉം 12th ഉം നന്നായി പഠിച്ചുകൊണ്ട് നമുക്ക് റിപ്പീറ്റർ ബാച്ചിലൂടെ 2026 ഒരു ഗവൺമെന്റ് സീറ്റ് തന്നെ ഉറപ്പാക്കുകയും ചെയ്യാം. തീർച്ചയായും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിനെങ്കിലാൽ എപ്പോഴും ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് ഗവൺമെന്റ് ക്യാമ്പസുകൾ തന്നെയായിരിക്കും. ആ സീറ്റുകൾ തന്നെ ഉറപ്പാക്കാൻ നമുക്ക് റിപ്പീറ്റർ ബാച്ചിലൂടെ 2026 പേഴ്സണലൈസ്ഡ് റിപ്പീറ്റർ ബാച്ചിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റിയോടെ, നല്ല സ്റ്റഡി മെറ്റീരിയൽസോടെ ഏറ്റവും നല്ല വിജയം നേടി നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുകയും ചെയ്യാം. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.